എല്ലാവർക്കും സവറി കുക്കിംഗ് ആൻഡ് മോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബിസ്ക്കറ്റാണ്, റാഗി കൊണ്ടുള്ള ഒരു ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു കപ്പ് റാഗി ഫ്ലോർ എടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് നന്നായിട്ടൊന്നും വറുത്തെടുക്കണ്ട, ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ബിസ്ക്കറ്റ് ഒന്ന് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വറുത്തെടുക്കുന്നത്. ഇനിയിപ്പോൾ വറുത്തെടുത്തില്ലെങ്കിൽ അത്ര കുഴപ്പമൊന്നുമില്ല, നിർബന്ധമില്ലാത്ത കാര്യമാണ് ഇത് വറുത്തെടുക്കണം എന്നുള്ളത്. വറുത്ത പൊടി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. ഇനി വേണ്ടത് അര കപ്പ് പൗഡർഡ് ഷുഗർ ആണ്. ഇനി ബട്ടർ വേണം. ബട്ടർ ഞാൻ 100 ഗ്രാം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗ്രാമിലല്ല കപ്പ് അനുസരിച്ചാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു അരക്കപ്പിൽ താഴെ മതി ബട്ടർ. അരക്കപ്പ് ബട്ടർ എന്ന് വെച്ചാൽ 115 ഗ്രാമാണ്. അപ്പോൾ അതനുസരിച്ചൊരു അരക്കപ്പിൽ താഴെ എടുത്തോളൂ. ബട്ടർ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു തവി കൊണ്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബട്ടർ ചേർത്തിട്ട് ഇനി ഇത് പതുക്കെ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പുട്ടിൻ്റെ പൊടി ഒക്കെ കുഴയ്ക്കുന്ന പോലെ പതുക്കെ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ റാഗിയും ചോക്ലേറ്റും ബട്ടറും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി കുറച്ചൊരു വെള്ളത്തിൻ്റെ കുറവുണ്ട്. അതിനായിട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് കുഴയ്ക്കാൻ. പാലൊരു പൊടിക്ക് ചേർത്ത് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി. ഇപ്പോൾ പാല് ചേർത്ത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് വളരെ തിന്നായി പരത്തിയെടുക്കാം. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചെറിയ ട്രേ ആയതുകൊണ്ട് ഞാൻ ബട്ടർ പേപ്പർ ഒന്നും താഴെ ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ സാധാരണ അലുമിനിയത്തിൻ്റെ ഒക്കെ ബേക്കിംഗ് ട്രേ ആണെന്നെങ്കിൽ ബട്ടർ പേപ്പർ അടിയിലിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി. ഇച്ചിരി വലിയ ബേക്കിംഗ് ട്രേ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ചപ്പാത്തി പരത്തുന്നത് അതുകൊണ്ട് പരത്തിയെടുക്കാം. പക്ഷെ എനിക്കിപ്പോൾ ചെറിയതായതുകൊണ്ട് അതുകൊണ്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു ഗ്ലാസ് ഉപയോഗിച്ചാണ് പരത്തിയെടുക്കുന്നത്. ഇനി ഈ ഗ്ലാസിൻ്റെ അറ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് റൗണ്ടിലൊന്ന് മുറിച്ചെടുക്കണം. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് അതിനകത്ത് നിന്ന് എടുത്ത് മാറ്റാം. ഇതിപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ആ ഫോർക്ക് ബിസ്ക്കറ്റിൽ കൊള്ളാതെ, അതിൽ കൊണ്ടാൽ ചിലപ്പം ബിസ്ക്കറ്റും കൂടെ അങ്ങ് പൊട്ടിപ്പോരും. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ചെറിയ ഡോട്ട്സ് ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സിലെ കണ്ടിട്ടില്ലേ, അതിൻ്റെ മുകളിൽ ചെറിയ ഡോട്ട്സ്, അതുപോലെ ഇതിൻ്റെ മുകളിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനിടയിൽ ഞാൻ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇത് കുക്കറിൽ വെച്ചൊരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 10 മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ട് 5 മിനിറ്റ് ഒന്ന് പുറത്ത് വെച്ച് കൂളാക്കിയതാണ്. അപ്പം നമ്മുടെ ക്രിസ്പി റാഗി ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഹെൽത്തി റാഗി ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.